ഹായ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പ്ലാന്റ് സെയിലായിട്ടാണ്. കേരളത്തിനകത്ത് മാത്രം നമ്മൾ കൊറിയർ ചെയ്യുന്നുള്ളൂ. ഏത് പ്ലാന്റ് എടുത്താലും 50 റുപ്പീസാണ്. ഫസ്റ്റ് കാണിച്ചത് ചോക്ലേറ്റ് സിങ്കോണിയാണ്. സെക്കൻഡ് കാണിക്കുന്നത് ബണ്ണിയർ കാക്ടസ് ആണ്. ഈ സർക്കുലൻസിനൊക്കെ നല്ല വെയിൽ വേണം, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണമെന്നില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെക്കണം. പിന്നെ ഇത് വരുന്നത് ബ്രെയിൻ കാക്ടസ് ആണ്. വളരെയധികം ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനും കൂടുതൽ കാലം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അധികം മുള്ളൊന്നും വരുന്നില്ല ഇതിന്. പിന്നെ വരുന്നത് ജഡത്തിൻ്റെ പ്ലാന്റ് ആണ്. വെയിലത്ത് വെക്കുമ്പോഴാണെങ്കിൽ ഒരു ഓറഞ്ച് കളർ കയറി വരിക, അല്ലെങ്കിൽ പ്ലെയിൻ ഗ്രീൻ ആയിട്ട് ഇരിക്കും. പിന്നെ ഇത് ഒരു സക്കുലൻ്റ് തന്നെയാണ്. ഇതും വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും. പിന്നെ ഇതും സെഡൻ തന്നെയാണ്. പിന്നെ വരുന്നത് സിങ്കോണിയത്തിൻ്റെ റോസ് കളർ വെറൈറ്റിയാണ്. നൂഡ് പ്രൊപ്പഗേഷൻ്റെ പ്ലാന്റ് ആണ്. അതിൽ 2 ഷൂട്ട് ഉണ്ട്. പിന്നെ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയാണ്. ഒരു 5 തൊട്ട് 6 ഷൂട്ട് വരെ ഉണ്ട്. പിന്നെ വരുന്നത് പെപ്പറോമിയയുടെ പ്ലാന്റ് ആണ്. അതുപോലെ അടുത്തത് വരുന്നത് പെൻഡാസിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ്. ചിലപ്പോൾ ഈ സൈസ് ആവണമെന്നില്ല, കുറച്ച് ചെറിയ ഒരു സൈസിൻ്റെ പ്ലാന്റും ആയിരിക്കാം. പിന്നെ വരുന്നത് ഡോണ കാർമൻ്റെ 2 or 3 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ഡുരന്തേരെ ലെമൺ ലൈം കളർ കയറി വരുന്ന പ്ലാന്റ് ആണ്. ഇത് ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. അതുപോലെ വലിയൊരു മരാവുന്ന പ്ലാന്റ് കൂടിയാണ്. പിന്നെ വരുന്നത് ട്രാൻസ്കെൻഡിയ ടിയാമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ് ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഗ്രൗണ്ട് കവറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് ഈ പ്ലെയിൻ ഗ്രീനും വൈറ്റും. നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ വയലറ്റ് പിങ്ക് കളർ വരും. ഇത് പെഡലാന്തസിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. താങ്ക്